ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്തേയും അതുപോലെ തന്നെ ഷെയർ ചെയ്തേയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേയും എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മുടെ കുഞ്ഞു വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുടുംബശ്രീക്ക് വൈകുന്നേരത്ത് പൈസ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ സീത ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഒരു കറുമൂസ എടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വൈകുന്നേരം തന്നെ മോരൊക്കെ ഒഴിച്ച് കറി വെച്ച് കേട്ടോ. അപ്പം രാവിലത്തേക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. മോര് കറി എപ്പോഴും തലേ ദിവസം ഉണ്ടാക്കി വെക്കുന്നതാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനത് മോര് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ കാണിക്കണത് രാവിലത്തെ വീഡിയോ വിശേഷങ്ങളാണ്. ഇന്ന് രാവിലെ ചായക്കെന്ന് ഉണ്ടാക്കണത് പാലപ്പാണ്. അപ്പോൾ ഞാൻ നൈറ്റ് കിടന്നപ്പോഴേ കുറച്ച് പച്ചരി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ 5 മണിയായപ്പോൾ അലാറം വെച്ച് എണീറ്റു. എന്നിട്ട് 5 മണി അപ്പോഴാണ് ഞാനത് അരച്ച് വെക്കണത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ രാത്രി തന്നെ കുറച്ച് തേങ്ങാ വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ്സിൽ അങ്ങനെ ഒഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ പച്ചരീൻ്റെ കൂട്ടത്തേക്ക് പിന്നെ കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട്, ചെറിയ വെച്ച കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട്. ഈ തേങ്ങാവെള്ളവും അതുപോലെ തന്നെ തേങ്ങാവെള്ളവും പഞ്ചസാരയോട് മിക്സാക്കി വെച്ചിട്ടുള്ള അതും ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഇവിടെ കുട്ടികൾക്ക് മധുരം കുറച്ച് കൂടുതലാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണൊക്കെ ചോറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ അതായത് രാവിലെ ഇപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒരു 5 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ മതി കേട്ടോ. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങും. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യണത് കേട്ടോ. രാവിലെ അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ അരച്ച് വെച്ചാൽ രാവിലത്തേക്ക് നന്നായിട്ട് പൊങ്ങി പാത്രത്തിൻ്റെ മീതെ കൂടെ കൊണ്ട് ഒഴിച്ചിറങ്ങും. അപ്പോൾ അങ്ങനെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് രാവിലെ അങ്ങനെ അരച്ച് വെക്കണത്. ഇനിയിപ്പോൾ ഞാൻ ചോറും കറികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴത്തേക്കും ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ എന്താ വിശേഷം, എന്താ പറയണേ, നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടു പോകുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മാവൊക്കെ അതവിടെ അരച്ച് വെച്ചു. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതവിടെ അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ ശരിക്കും 1.5 മണിക്കൂറൊന്നും കഴിഞ്ഞില്ല കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല എന്താ പറയുക, കാണാൻ തന്നെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ മാവ്. അപ്പോൾ ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 1.5 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ പാത്രം നിറഞ്ഞിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ പാലപ്പം ഉണ്ടാക്കാനുള്ളൊരു ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണേ.
അപ്പോൾ രാവിലത്തെ ഏകദേശം കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കറി ഉണ്ടാക്കിയിട്ടില്ല. മോര് കറി ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. പിന്നെ മമ്പയർ ഉപ്പേരി ഉണ്ട്. ചോറ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നല്ല അരി ഇട്ടിട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റേഷൻ അരി അല്ലാത്ത അരി. അപ്പോൾ ആ ചോറ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ച് ഊറ്റി വെച്ചു. പിന്നെ കുറച്ച് റേഷൻ അരി ഇട്ട് ചോറും വെച്ചു കേട്ടോ. കാരണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത് എനിക്ക് വലിയ അരിയേക്കാളും ഇഷ്ടം റേഷൻ കടയിലെ അരിയാണ് കേട്ടോ. എന്നിട്ട് അത്തയ്ക്ക് വലിയ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി ഉണ്ടല്ലോ, ഉണ്ടരി, അത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ റേഷൻ അരിയൊക്കെയാണല്ലോ രാവിലെ എളുപ്പം വെന്തിട്ടാൻ. അപ്പോൾ കുക്കിംഗ് പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ. ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇനി ചോറൊക്കെ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ ചോറ് കൊണ്ടുപോകല് കേട്ടോ. ചോറ് എടുക്കുന്നുണ്ട്, പിന്നെ മമ്പയർ ഉപ്പേരിയും ചോറ് എടുക്കുന്നുണ്ട്, പിന്നെ മോര് കറി എടുക്കുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് വേറെ കുപ്പിയിൽ ചോറിൻ്റെ മീതിയാണ് ഞാൻ ഉപ്പേരി വെക്കണത്. ഉപ്പേരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കും. കറി എന്തെങ്കിലും ആണെങ്കിൽ സെപ്പറേറ്റ് ഇങ്ങനെ പാത്രത്തിൽ എടുക്കുകയും ചെയ്യും കേട്ടോ. ഞാൻ എൻ്റെ ചോറും കറിയാക്കിയിട്ടോ. ചോറും മമ്പയർ ഉപ്പേരി മോര് കറി. ഇത് ഇന്നലെ ഞങ്ങൾ നല്ല അരിയിട്ട് ചോറ് വെച്ചതാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചു. ഇത് റേഷനരിയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചതാട്ടോ. പാലപ്പം ആയതുകൊണ്ട് എത്രാമത്തെ ചുറ്റി? മൂന്നാമത്തെ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. ബാക്കി മാവ് ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം വേണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇത് ഞാൻ വൈകുന്നേരം വന്നപ്പോഴേ കിച്ചുമോളെയും അതുപോലെ തത്തേൻ്റെയും ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും നല്ല കൂട്ടായിട്ടുണ്ട് കേട്ടോ. കാരണം അവർ സ്കൂളിൽ നിന്ന് പരിചയമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവരാണ് ഇവിടെ നിൽക്കണമെന്ന് ആ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ മാങ്ങയൊക്കെ ചാടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോസായിട്ട് കാണുന്നതിൽ എല്ലാ കുട്ടികൾക്കും ടാറ്റ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.